അസ്സലാമു അലൈക്കും. أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من همزات الشياطين وأعوذ بك رب أن يحضرون. കഴിഞ്ഞ ഖുർആൻ പഠന സീരീസിൽ സൂറത്തുൽ ബഖറയിൽ 78-79 ആയത്തുകളാണ് പറഞ്ഞല്ലേ. അതായത് 78-79 ആയത്തുകളിലെ ജൂതന്മാരിലൊരു വിഭാഗം ഉണ്ടായിരുന്നു. അവർക്ക് കിതാബത്ത് എഴുത്ത് അറിയില്ലായിരുന്നു, നിരക്ഷരരായിരുന്നു. അവർക്ക് എന്താണ് തൗറാത്തിലുള്ളത് എന്ന് അറിയില്ലായിരുന്നു. അവർ പക്ഷെ അമാനീയ വ്യാമോഹങ്ങൾ, അവരുടെ തെറ്റായ ജൽപ്പനങ്ങൾ അവർ ജൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് അള്ളാഹുവിൽ നിന്നുള്ളതാണെന്ന് അവർ കണക്കാക്കുമായിരുന്നു. ചില ഊഹങ്ങൾ മാത്രമേ അവർക്കുള്ളായിരുന്നു. സ്വന്തമായി ഗ്രന്ഥരചന നടത്തിയിട്ട് അത് അള്ളാഹുവിൽ നിന്നാണെന്ന് അവർ പറയുമായിരുന്നു. സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്തിരുന്നത് എന്ന് പരാമർശിക്കുന്ന ആയത്തുകളാണ് 78-79. 78-ാമത്തെ ആയത്ത് ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. അർത്ഥം അവരിൽ മറ്റൊരു കൂട്ടർ വേദപരിജ്ഞാനമില്ലാതെ നിരക്ഷരന്മാരാകുന്നു. അടിസ്ഥാനരഹിതമായ വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുകയും വെറും മോഹങ്ങളുടെ പിന്നാലെ നടക്കുകയുമായിരുന്നു അവര്. ومنهم أميون لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. അവർക്ക് ചില വന്നുകൾ, വ്യാമോഹങ്ങൾ, ചില ഊഹങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അടുത്ത ആയത്ത് فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. തുച്ഛമായ കാര്യലാഭങ്ങൾക്ക് വേണ്ടി സ്വന്തം കൈകളാൽ ന്യായപ്രമാണങ്ങൾ ചമയ്ക്കുകയും എന്നിട്ട് അത് ദൈവത്തിങ്കൽ നിന്നുള്ളതാണെന്ന് ജൽപ്പിക്കുകയും ചെയ്യുന്നവർക്ക് നാശം. അവരുടെ കരങ്ങൾ എഴുതിയത് അവർക്ക് നാശനിമിത്തമാകുന്നു. അതുവഴി സമ്പാദിക്കുന്നതും അവർക്ക് നാശം തന്നെ. وَوَيْلٌ لِلَّذِينَ يَكْتُبُونَ الْكِتَابَ بِأَيْدِيهِمْ. സ്വന്തം കൈകൾ കൊണ്ട് ويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله يشتروا به ثمنا قليلا
أيديهم وويل لهم مما يكسبون അടുത്ത ആയത്ത് وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون وقالوا لن تمسنا النار إلا أياما معدودة قل أتخذتم عند الله عهدا فلن يخلف الله عهده أم تقولون على الله ما لا تعلمون وقالوا അവർ പറഞ്ഞു ലൻ തമസ്സനന്നാറു ഞങ്ങളെ അന്നാർ നാർ നരകം തീ തൊടുകയില്ല ഇല്ല അയ്യാമം മഅദൂദ ചില എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ ചില നിശ്ചിത ദിവസങ്ങൾ ഏതാനും ദിവസങ്ങൾ അല്ലാതെ ഖുൽ എങ്കിൽ നബിയെ തങ്ങൾ പറയുക അത്തഖ്ദതും ഇൻദല്ലാഹി അഹദ അതായത് അവരോട് പറയുക അത്തഖ്ദതും ഇൻദല്ലാഹി അഹദ അല്ലാഹുവിങ്കൽ നിന്ന് നിങ്ങൾ ഒരു കരാർ വാങ്ങിയിട്ടുണ്ടോ അല്ലാഹുവിൽ നിന്ന് നിങ്ങൾ ഒരു അഹദ് വാങ്ങിയിട്ടുണ്ടോ ഫലൻ യുഖ്ലിഫല്ലാഹു അഹദ അങ്ങനെ ഒരു കരാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു ആ കരാർ ഒരിക്കലും ലംഘിക്കുകയില്ല പക്ഷേ അങ്ങനെ കരാർ വാങ്ങിയിട്ടില്ല അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ അല്ലാഹുവിന്റെ പേരിൽ നിങ്ങൾ പറയുകയാണോ അം തഖൂലൂന നിങ്ങൾ പറയുകയാണോ അലല്ലാഹി അല്ലാഹുവിന്റെ മേൽ മാ ലാ തഅലമൂൻ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം നിങ്ങൾക്ക് അറിവില്ലാത്തത് അല്ലാഹുവിന്റെ മേൽ നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുകയാണോ എന്നാണ് ഖാലു ആ ജൂത സമൂഹം പറഞ്ഞു ലൻ തമസ്സനന്നാറു മസ്സന പറഞ്ഞാല് തൊട്ടു മാവിയാഫിലാണ് അപ്പൊ തൊട്ടു മസ്വൻ തൊടു ഗംസ് മസ്വൻ അതെ പറഞ്ഞാൽ തൊടുക ലൻ തമസ്സന ലൻ എന്നുള്ള ഹർഫ് മുദാരിഅഫിലിന്റെ മുമ്പിൽ വന്നാൽ ഒരിക്കലും ഇല്ല എന്നാണ് അർത്ഥം വരും അല്ലേ മൻസൂബു ആവും ലൻ യഫ്അല ഒരിക്കലും പ്രവർത്തിക്കുകയില്ല ലം എന്നാണെങ്കിൽ ജസ്മാവും അവസാനം അല്ലേ ലം യഫ്അൽ മാ ഫഅല എന്നുള്ള അർത്ഥം അല്ലേ അപ്പൊ ലൻ തമസ്സനന്നാറു ഞങ്ങളെ അന്നാർ നാർ എന്ന് പറഞ്ഞാല് നരകം ഒരിക്കലും തൊടുകയില്ല സ്പർശിക്കുകയില്ല ഇല്ല അയ്യാമം മഅദൂദ ഇല്ല എന്ന് പറഞ്ഞ ഒഴികെ ലാ ഇലാഹ ഒരു ഇലാഹുമില്ല ആരാധനക്ക് അർഹനായി ഒരാളുമില്ല ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ അപ്പൊ ഒഴികെ എക്സെപ്റ്റ് ഒഴികെ ഇസ്തിസ്നാഇന്റെ ഹർഫാണ് ഇല്ല അയ്യാമൻ യൗമൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ദിവസം അയ്യാമൻ കം അയ്യാമൻ ഫിൽ ഉസ്ബൂഅ് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ ചെറിയ ക്ലാസ്സിലൊക്കെ ആഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട് ചോദിക്കാറുണ്ട് സബ അല്ലേ അപ്പൊ 7 ദിവസം ഇല്ല അയ്യാമം മഅദൂദ അദദ് എന്ന് പറഞ്ഞാല് എണ്ണം വാഹിദ് അഷറ എന്നാല് 10 ഇല്ല അയ്യാമം മഅദൂദ എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ ഉണ്ടാകും വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ ഏതാനും ദിവസങ്ങൾ അല്ലാതെ ഞങ്ങളെ നരകം തൊടുകയില്ല ഈ തീ തൊടുകയില്ല ഞങ്ങൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല ഞങ്ങൾ നരകത്തിൽ കഴിഞ്ഞുകൂടേണ്ടി വരികയില്ല ഏതാനും ദിവസങ്ങൾ അല്ലാതെ അല്ലെങ്കിൽ ഒരൽപ്പം എണ്ണപ്പെട്ട ദിവസങ്ങൾ അല്ലാതെ
നബിയെ താങ്കൾ പറയുക, അവരോട് പറയുക, ഇങ്ങനെ പറയുന്ന ആ ജൂത സമൂഹത്തോട് താങ്കൾ ചോദിക്കുക, അത്തഖ്ദത്തും ഇൻദല്ലാഹി അഹദ. അഹദ് എന്ന് പറഞ്ഞാൽ കരാർ. നിങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്ന് ഒരു കരാർ വാങ്ങിയിട്ടുണ്ടോ? അങ്ങനെ കുറച്ച് ദിവസം നിങ്ങളെ നരകത്തിൽ കിട്ടിട്ട് ബാക്കി പിന്നീട് നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലാക്കുന്ന ഒരു കരാർ വാങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഫലൻ യുഖ്ലിഫല്ലാഹു അഹദ. അവിടെ ലൻ വന്നു അല്ലേ? ലൻ ഫലൻ യുഖ്ലിഫല്ലാഹു അഹദ. ഫലൻ യുഖ്ലിഫല്ലാഹ്, എങ്കിൽ ഒരിക്കലും അള്ളാഹു കരാർ ലംഘിക്കുകയില്ല. അഹദഹു, അവന്റെ കരാർ. അങ്ങനെ കരാറുണ്ടെങ്കിൽ അള്ളാഹു കരാർ ഒരിക്കലും ലംഘിക്കില്ല. നിങ്ങളുമായി കരാറുണ്ട്, നിങ്ങൾ അള്ളാഹുമായി കരാറുണ്ട്. പക്ഷെ അങ്ങനെ കരാറില്ല. അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. അതോ നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ നിങ്ങൾക്ക് അറിവില്ലാത്തത് പറഞ്ഞുണ്ടാക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ കരാറില്ല. അള്ളാഹുമായി നിങ്ങളെങ്ങാണ്ട് ഒരു കരാറുണ്ടാക്കി നിങ്ങൾ നരകത്തുനിന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സ്വർഗത്തിലാക്കാൻ അത് ഇല്ല. يقول تعالى إخبارا عن اليهود فيما نقلوه ودعوه لأنفسهم من أنهم لن تمسه النار إلا أياما معدودة ثم ينجون منها فرد الله عليهم ذلك بقوله تعالى قل أتخذتم عند الله عهدا. അതായത് തഫ്സീറിൽ പറയാൻ, തഫ്സീർ ഇബ്നു കസീർ, യഹൂദികളുടെ ഒരു വർത്തമാനം. എന്ത്? അവരെ ഏതാനും ദിവസങ്ങളല്ലാതെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയില്ല, നരകം അവരുടെ തീ അവരെ തൊടുകയില്ല ഏതാനും ദിവസങ്ങളല്ലാതെ. അത് കഴിഞ്ഞ് പിന്നീട് അവർ അതിൽ നിന്ന് രക്ഷപ്പെടും എന്നതിനെ അള്ളാഹു ഗണ്ണിക്കുകയാണ്. ഫറദ്ദല്ലാഹു അലൈഹിം ദാലിക, അക്കാര്യം അവർ പറഞ്ഞ വാക്ക്, അവരുടെ വാദഗതി അള്ളാഹു ഖണ്ഡിക്കുകയാണ്. ബിഖൗലിഹി തആല, അള്ളാഹുവിന്റെ ഈ വചനങ്ങൾ വഴി. ഖുൽ അത്തഖ്തും ഇൻദല്ലാഹി അഹദ. അള്ളാഹുവാണ് നബിയെ താങ്കൾ ചോദിക്കുക അവരോട്, എന്ത്? നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? അങ്ങനെ വല്ല കരാറും നിങ്ങളുണ്ടോ അള്ളാഹുമായിട്ട് എന്ന് ചോദിക്കുക. ഐ ബിദാലിക, അങ്ങനെ ഒരു കരാറുണ്ടോ? അതുകൊണ്ട്, അതായത് ഇങ്ങനെ നരകത്തിൽ നിന്ന് നിങ്ങൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് രക്ഷപ്പെട്ടു പോലും എന്നുള്ള ഒരു കരാർ, രക്ഷപ്പെടുത്താമെന്നുള്ളൊരു കരാറ് ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ലാന്നർത്ഥം, നെഗറ്റീവ് സെൻസിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ്? ആ അഹദ് സംഭവിക്കും. അള്ളാഹു അവന്റെ കരാർ ലംഘിക്കുകയുമില്ല. അള്ളാഹു കരാർ ലംഘിക്കുന്നതല്ല. നമസ്കാരത്തെ വാങ്ക് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം ഉള്ള ദുആന് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്ത് താമ്മ സ്വലാത്തുൽ ഖായിമ ആതി മുഹമ്മദിൻ الفضيلة والدرجة الرفيعة وبعثه مقام محمود الذي بعثته وارزقنا شفاعته يوم القيامة إنك استعمني لا تخلف الميعاد. അഹദ് കരാർ ലംഘിക്കുന്നതിനാണ് അള്ളാഹുവിനുമായ ഒരു കരാർ അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹു ആ കരാർ പൂർത്തീകരിക്കും. പക്ഷെ അവർ അങ്ങനെ കരാറില്ല. വലാകിൻ ഹാദാ മാ ജറ, ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല. വലാകിൻ അങ്ങനെയൊന്നുമില്ല. ശരി. വലിഹാദാ ഉതിയ ബി അം അല്ലതി ബിമഅന ബൽ, അത് കാരണമാണ് ഇവിടെ ബൽ എന്ന അർത്ഥത്തിൽ അം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. എന്ത്? അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. അതായത് ബൽ തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. പക്ഷേ നിങ്ങൾ അള്ളാഹുവിൽ വ്യാജാരോപണം നടത്തുകയാണ്. നിങ്ങൾക്കറിയാത്ത കാര്യം അള്ളാഹുവിനെ പറ്റി പറയുകയാണ്. അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും എന്നത് നിങ്ങൾക്കറിയാത്ത കാര്യം നിങ്ങൾ അള്ളാഹുവിൽ പറയുകയാണ്. അതാണ് ബൽ തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ മിനൽ കദിബി വൽ ഇഫ്തിറാഇ അലൈഹി. നിങ്ങൾ കള്ളം പറയാൻ, നിങ്ങൾ കെട്ടിച്ചമച്ച് പറയുകയാണ്. ഇവ ഒരു റിപ്പോർട്ട് ഇബ്നു അബ്ബാസ് എന്നിവരെ തൊട്ട്. قال محمد بن إسحاق عن سيف بن سليمان عن مجاهد عن ابن عباس رضي الله عنه إن اليهود كانوا يقولون إن هذه الدنيا 7,000 سنة وإنما نعذب بكل 1000 سنة يوما في النار وإنما هي 7 أيام معدودة فأنزل الله تعالى وقالوا لن تمسنا النار إلا أياما معدودة إلى قوله خالدون.
എന്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉള്ള ഒരു റിപ്പോർട്ട് ഇന്നൽ യഹൂദ കാനു യഖൂലൂൻ യഹൂദികൾ പറയുമായിരുന്നു എന്ത് ഇന്ന ഹാദിഹി ദുനിയാ സബഅതു ആലാഫി സന ഈ ദുനിയാവ് ആകെ എത്ര 7 സബഅത്ത് എന്ന് പറഞ്ഞാൽ അൽഫ് 1000 ആലാഫ് ആയിരങ്ങൾ അല്ലേ അൽഫ് എന്ന് പറഞ്ഞാൽ 1001 രാവുകൾ അറേബ്യൻ നൈറ്റ്സ് 1001 രാവുകൾ എന്ന കഥ അൽഫ് ലൈല വൻ ലൈല അൽഫ് ലൈല എന്ന് പറഞ്ഞാൽ 1000 രാവ് വൻ ലൈല ഒരു രാത്രി അപ്പൊ 1001 1000 ഒന്നുകൂടി കൂടിയ 1001 അപ്പൊ അൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സബഅതു ആലാഫി സന 7000 വർഷമാണ് ഈ ലോകമുള്ളത് ആരുടെ വാദമാണ് യഹൂദികൾ പറഞ്ഞോ നമുക്ക് അങ്ങനെ വാദം ശരി അപ്പൊ ഞങ്ങൾ നരകത്തിൽ ഓരോ 1000 വർഷത്തിനും ഒരു ദിവസം എന്ന കണക്കിന് ശിക്ഷിക്കപ്പെടും ഇതൊരു റിപ്പോർട്ടാണ് കേട്ടോ വേറെ അഭിപ്രായങ്ങളുണ്ട് അപ്പൊ എത്ര ദിവസം വരും 1000 വർഷത്തിന് ഒരു ദിവസം അല്ലേ 7000 വർഷത്തിന് എത്ര ദിവസം 7 ദിവസമേ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്നല്ല ശരി അള്ളാഹു താല അപ്പൊ അള്ളാഹു താല ഇറക്കി ഈ വചനം എന്ത് അവർ പറഞ്ഞു ഞങ്ങൾ നിശ്ചിതമായ എണ്ണപ്പെട്ട ചില ദിവസങ്ങൾ മാത്രമേ നരകം ഞങ്ങൾ സ്പർശിക്കുകയുള്ളൂ തീ ഞങ്ങൾ സ്പർശിക്കുകയുള്ളൂ അത്ര അങ്ങനെ അല്ലാതെ ഞങ്ങൾ സ്പർശിക്കുകയില്ല വഹിയ മുദ്ദ ഇലാ ഖൗലിഹി ഖാലിദൂൻ ഇതിനു ശേഷമുള്ള 2 ആയത്തുകൾ കൂടി പിന്നെ പറയാം ഖാലിദൂൻ വരെ അതായത് ആരാണ് ഇതിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക ആരാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹു പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് അത് അടുത്ത ക്ലാസ് മനസ്സിലായി അപ്പൊ സുമ്മ റവാഹു ഖാലിദൂൻ വരെയുള്ള ഈ വചനങ്ങൾ ഇറങ്ങിയത് പശ്ചാത്തലത്തിലാണ് ഇനി വേറൊരു റിപ്പോർട്ട് ഉണ്ട് ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ബാസ് എന്നിവരെ തൊട്ട് തന്നെ മറ്റൊരു റിപ്പോർട്ട് യഹൂദികൾ പറഞ്ഞു ഞങ്ങളെ നരകം തൊടുകയില്ല ഇല്ല 40 ലൈല 40 4 40 40 50 60 20 ശരിയാണ് ഓർക്കാൻ പറയും 80 ഇടയിൽ പറയുമ്പോ പറ്റില്ല ഇങ്ങനെ ക്രമത്തിൽ അങ്ങനെ പറഞ്ഞു പോകണമെങ്കിൽ പറ്റും 80 80 സിത്തൂന 1000 അപ്പൊ ഞങ്ങൾ ഈ 40 രാത്രികൾ 40 ദിവസങ്ങൾ 40 രാത്രികൾ മാത്രമേ ഞങ്ങൾ നരകത്തിൽ ഞങ്ങളെ നരകം സ്പർശിക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രക്ഷപ്പെടും ഞങ്ങളെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നുള്ള അവരുടെ വാദം സാദോ ഐറുഹു വേറെ ചിലർ ഇത് കൂടുതലായിട്ട് പറഞ്ഞത് വഹിയ മുദ്ദത്തു ഇബാദതിഹിമുൽ അജ്ൽ അജ്ൽ എന്ന് പറഞ്ഞാൽ പറയും പശുക്കുട്ടി ഒരു പശുക്കുട്ടിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് ഒരു പിന്നെ പശു പൂജ നടത്തിയില്ലേ മുസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയ സമയത്ത് ഹാറൂൻ നബി അലൈഹി സ്വലാം അവിടെ ഉണ്ടായിരുന്നു അല്ലെ ആ സമയത്ത് അവര് ഒരു പശുപൂജ നടത്തി ഒരു സംഭവം ഉണ്ടായില്ലേ സാമിരിയുടെ പ്രേരണയാൽ സാമിരി എന്നയാളുടെ പ്രേരണയാൽ അവരങ്ങനെ ചെയ്തു അപ്പൊ ആ പീരിയഡ് ആ കാലഘട്ടം ആണ് ഈ പറയുന്നത് എന്നാണ് ഒരു അഭിപ്രായം അപ്പൊ മുദ്ദത്ത് എന്ന് പറഞ്ഞ കാലഘട്ടം ആ കാലഘട്ടം ആ പശുപൂജ നടത്തിയ കാലഘട്ടം അത്രയും ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ അങ്ങനെ അള്ളാഹുവിനെ അല്ലാതെ ഞങ്ങൾ പശുപൂജ നടത്തിയില്ല ശിർക്ക് ചെയ്തു ആ കാലഘട്ടത്തിൽ അത്രയും ദിവസങ്ങൾ മാത്രമേ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന് അവർ പറയുമായിരുന്നു എന്നുള്ളതാണ് ഖുർത്തുബി അൻ ഇബ്നു അബ്ബാസ് വഖതാദ ഖതാദ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞതായിട്ട് ഖുർത്തുബി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട് വേറെയും തഫ്സീറിൽ ഇത് സംബന്ധിച്ച അഭിപ്രായങ്ങൾ ഉണ്ട് ഇനി ഒരു ഹദീസ് ഇത് സംബന്ധിച്ചുള്ള ഒരു ഹദീസ് ഇതിന്റെ തഫ്സീറിൽ തന്നെ പറയുന്ന ഒരു ഹദീസ് وقال الحافظ تفسير ابن كثير وقال الحافظ أبو بكر بن مردوي رحمه الله حدثنا عبد الرحمن بن جعفر حدثنا محمد بن
محمد بن الصخر حدثنا أبو عبد الرحمن المقري حدثنا ليس بن سعد حدثني سعيد بن أبي سعيد عن أبي هريرة رضي الله عنه. أبو هريرة رضي الله عنه من الله ഒരു നറേഷൻ ഒരു റിപ്പോർട്ട് തന്നെ قال لما فتحت خيبر وهديت لرسول الله صلى الله عليه وسلم شاة وهديت لرسول الله صلى الله عليه وسلم شاة فيها سم فقال رسول الله صلى الله عليه وسلم اجمعوا لي من كان من اليهود ها هنا فقال لهم رسول الله صلى الله عليه وسلم من أبوكم قالوا فلان قال كذبتم بل أبوكم فلان ഒരു സംഭവം എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നുള്ള റിപ്പോർട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് قال لما فتحت خيبر ഖൈബർ വിജയം സംഭവിച്ചപ്പോൾ ഖൈബർ കീഴടക്കപ്പെട്ടു ഖൈബർ വിജയം ഖൈബർ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഉഹുദിയത്ത് ഹദിയ എന്ന് പറഞ്ഞാൽ സംഭാവന ഉഹുദിയത്ത് ഹദിയ നൽകപ്പെട്ടു ആർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു സമ്മാനം നൽകപ്പെട്ടു ഷാത്തുൻ ഫിഹാ സുമ്മു ആടിനെ പൊരിച്ചു കൊണ്ടുവന്നിട്ട് ആടിനെ പൊരിച്ചു കൊണ്ടുവന്നിട്ട് വിഷം ചേർത്തിട്ട് വിഷമുണ്ട് എന്നുള്ളത് അറിയിക്കാതെ ആടിനെ പൊരിച്ചു കൊണ്ടിട്ട് വിഷം ചേർത്ത ആടിനെ അള്ളാഹുവിന്റെ റസൂലിന് ഗിഫ്റ്റ് എന്ന വ്യാജേന സമ്മാനം എന്ന വ്യാജേന യഹൂദികൾ കൊണ്ടുകൊടുത്തു ശരി فقال رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم ആരാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച വിവരം ആര് കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ റസൂൽ അറിയില്ലല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുഅ്ജിസത്ത് അത് റസൂലിന്റെ മുഅ്ജിസത്താണ് അല്ലാഹു റസൂലിനെ അറിയിച്ചത് കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഈ ഭക്ഷണത്തിൽ വിഷമുണ്ടെന്ന് മനസ്സിലാക്കി കേട്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇജ്മഉ ലി മൻ കാന മിനൽ യഹൂദി ഹാഹുനാ ഇവിടെയുള്ള യഹൂദികളെ എല്ലാവരെയും എൻ്റെ അടുത്തേക്ക് ഇജ്മഉ നിങ്ങൾ ഇങ്ങോട്ട് ഒരുമിച്ച് കൂട്ടും ഇങ്ങോട്ട് കൊണ്ടുവരും എല്ലാവരെയും ഒരു കൂട്ടി കൊണ്ടുവരും ഫഖാല ലഹും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് യഹൂദികൾ കൊണ്ടുവരപ്പെട്ടു യഹൂദികൾ അവിടെ കൊണ്ടുവന്നു മനസ്സിലാക്കണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു ഈ യഹൂദികളോട് ചോദിച്ചു മൻ അബൂക്കും നിങ്ങളുടെ പിതാവാര ഓരോരുത്തരോടും നിങ്ങളുടെ വാപ്പാര അച്ഛനാര പിതാവാര ഖാലു ഫുലാൻ ഇന്നാലിന്ന ആളാണ് ഇന്നാലിന്ന ആളാണെന്നുള്ളത് അവർ പറഞ്ഞു ഖാല കദബ്തും ബൽ അബൂക്കും ഫുലാൻ അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് കദബ്തും കദബ എന്ന് കളവ് കദിബ് കദബ എന്ന് പറയുമ്പോൾ എന്താണ് കളവ് പറഞ്ഞു മാതിയാഫില ബൽ അബൂക്കും ഫുലാൻ പക്ഷെ നിങ്ങളുടെ വാപ്പ നിങ്ങളുടെ പിതാവ് ഇന്നാലിന്ന ആളാണ് നിങ്ങൾ പറഞ്ഞത് ശരിയല്ല അപ്പൊ എന്താണ് അവര് ആളെ മാറ്റി പറയണം വാപ്പായുടെ പിതാവിന്റെ പേര് മാറ്റി പറയണം അവരെ ഐഡന്റിറ്റി വ്യക്തമാക്കാതിരിക്കാൻ അർത്ഥം അവരുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ അവര് ഇന്ന ആൾക്കാരാണെന്നുള്ളത് വ്യക്തമാക്കാത്ത രൂപത്തിൽ അവര് പിതാവിന്റെ പേര് മാറ്റി പറയും ഫഖാലു അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ യഥാർത്ഥ പിതാക്കളുടെയൊക്കെ പേര് പറഞ്ഞപ്പോ അവര് പറഞ്ഞു എന്ത് ഈ സംഘം ആളുകളിൽപ്പെട്ടവർ പറഞ്ഞു സദഖ്ത ബർർത താങ്കൾ പറഞ്ഞ സത്യമാണ് സത്യം സമ്മതിക്കാൻ നിർവാഹമുള്ളൂ ഒരു സത്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സത്യം ثم قال لهم എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു ഹൽ അൻതും സാദിഖിയ അൻ ഷൈഇൻ ഇൻ സഅൽതുക്കും അൻഹു സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു സുആൽ ചോദ്യം സവാൽ അല്ലേ ഹിന്ദിയിലും ഉറുദുവിലൊക്കെ സവാൽ ജവാബ് എന്താ ആൻസർ ഉത്തരം അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സിദ്ദുഖ് പറയും സ്വാദിഖ് സത്യം പറയുന്ന ആൾ സാദിഖിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് സത്യം പറയുമെന്ന് കേട്ടോ ഹൽ അന്തും നിങ്ങൾ ഹൽ അന്തും സാദിഖിയ അൻ ഷൈഇൻ ഇൻ സഅൽതുക്കും അൻഹു ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയോ സത്യം പറയുന്ന കാര്യത്തിൽ സംശയല്ലേ ജൂതന്മാര് പലപ്പോഴും സത്യം പറയും ഖാലു അപ്പൊ അവർ പറഞ്ഞു ഞാൻ യാ അബുൽ ഖാസിമേ അതെ അവര് റസൂലുള്ളാഹിന്ന് പറയാ അല്ലാഹു റസൂലാന്ന് സമ്മതിക്കില്ലല്ലോ കാരണം എന്താ ഇസ്രായേൽ വിഭാഗത്തിൽ നിന്നല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ഇസ്മായിലിയരായ അറബികളിൽ നിന്നല്ല വന്നത് അപ്പൊ അവർക്കൊരു അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് റസൂലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അംഗീകരിക്കാൻ പരസ്യമായി അംഗീകരിക്കാൻ അവർക്കൊരു വൈമുഖ്യമായിരുന്നു
അപ്പൊ അവര് നബിയെ വിളിക്കാറ് അബുൽ ഖാസിം, ഖാസിമിന്റെ പിതാവ്. നബിന്റെ മകനാണ് ആര്? ഖാസിം. നബിന്റെ മക്കളിൽ ഒരു ആളാണ് ഖാസിം, അബുൽ ഖാസിം. അപ്പോ ഇനിയിപ്പോ ഞങ്ങൾ കളവ് പറയുകയാണെങ്കിൽ തന്നെ എന്താ കാരണം? എന്തായിരിക്കും? ഞങ്ങളുടെ പിതാവിന്റെ കാര്യത്തിൽ അറിഞ്ഞതുപോലെ താങ്കൾക്കറിയാലോ സത്യം, താങ്കൾ പറയും. അതുകൊണ്ട് ഞങ്ങൾ കളവ് പറയുന്നില്ല. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മൻ അഹ്ലുൻ നാർ, ആരാണ് നരകത്തിൽ പ്രവേശിക്കുക? നരകത്തിന്റെ അഹ്ലുകാരാണ്. നരകത്തിന്റെ അഹ്ലുകാർ ആരാണ്? ഇപ്പൊ അവര് പറഞ്ഞു നകൂന ഫിഹാ യസീറ, ഞങ്ങൾ അവിടെ പെട്ടെന്ന് ഇങ്ങോട്ട് വെച്ചടിക്കും. എന്താ? കുറച്ചു കാലം. പിന്നെ നിങ്ങൾ പകരമാക്കപ്പെടും, ഞങ്ങൾക്ക് പകരം റീപ്ലേസ് ചെയ്യും. നിങ്ങൾ ഞങ്ങൾക്ക് പകരം നിങ്ങളെ വർഷം ചെയ്യും. അള്ളാഹു നിങ്ങളെ നരകത്തിലിട്ടിട്ട് ഞങ്ങളെ രക്ഷപ്പെടും. ഞങ്ങൾ കുറച്ചു കാലമാണ് നരകത്തിൽ. ശരി. പിന്നെ നിങ്ങൾ ഞങ്ങൾക്ക് പകരമാക്കപ്പെടും എന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾ ശാശ്വതമായി നരകത്തിൽ എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതെ നബി പറഞ്ഞ അടുത്ത വാചകങ്ങൾ കേൾക്കണം. നരകത്തിൽ നമ്മൾ പോകില്ല, സ്വർഗത്തിലാണ്. അത് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? നബിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഒരിക്കലും മടിക്കരുത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്സഊ വല്ലാഹി ലാ നഖ്ലിഫുകും ഫിഹാ. എന്താണ്? ഞങ്ങൾ നിങ്ങളെ പകരമാക്കുക, ഞങ്ങൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്നർത്ഥം. ഒരിക്കലും ഇഖ്സഊ, നിങ്ങൾ നിന്ദിതരാകട്ടെ. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശപിച്ചു. ثم قال لهم رسول الله صلى الله عليه وسلم റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പറഞ്ഞു. എന്നിട്ട് അവരോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൽ അൻതും സ്വാദിഖിയാൻ ഷൈഇൻ മിൻ സഅൽതുകും അൻഹു. വീണ്ടും ഒരു ചോദ്യം. എന്ത്? ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സത്യം പറയുമോ എന്ന് ചോദിച്ചു. ഫഖാലു, അപ്പോൾ പറഞ്ഞു, അർദ്ന ഇൻ കുന്ത കാദിബൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ, അവർ പറഞ്ഞു, ഞാൻ യാ അബുൽ ഖാസിം. അതെ അബുൽ ഖാസിം. അബുൽ ഖാസിം എന്ന് പറഞ്ഞാൽ ആരാണ്? ആരും ഉദ്ദേശിച്ചു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, അപ്പോ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ ജഅൽതും ഫീ ഹാദിഹി ഷാത്തി സുമ്മ. നിങ്ങൾ ഈ ഷാത്തിൽ, ഷാത്ത് എന്ന് പറഞ്ഞാൽ ആട്, ആടിൽ, ഈ ആട്ടിറച്ചിയിൽ നിങ്ങൾ സുമ്മ് ചേർത്തിരുന്നു? സുമ്മ് വിഷം ചേർത്തിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? മന്നു സെൽവ ഒക്കെ പഠിച്ച കൂട്ടത്തിൽ അതിന്റെ തഫ്സീറിലൊക്കെ പറഞ്ഞപ്പം എന്താണ് അൽ കംഅത്ത് ഒക്കെ പറഞ്ഞിട്ട് മരുന്നാണെന്നൊക്കെ പറഞ്ഞു. സ്പൂണ് അല്ലേ, വിഷത്തിന് ഒക്കെ പറഞ്ഞിട്ട് അല്ലേ. അപ്പൊ ഈ ആട്ടിറച്ചിയിൽ നിങ്ങൾ വിഷം ചേർത്തിട്ടുണ്ടോ? നിങ്ങൾ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് റസൂൽ അവരോട് നേർക്കുനേരെ അങ്ങ് ചോദിച്ചു. ഫഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ, അതെ അതെ, ഞങ്ങൾ വിഷം ചേർത്തിട്ടുണ്ട്. നബിയെ കൊല്ലാൻ വേണ്ടി വിഷം ചേർത്തതാണ്. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫമാ ഹമലക്കും അലാ ദാലിക. എന്തിനാ നിങ്ങൾ ഇത് ചെയ്തത്? എന്താ നിങ്ങൾ അതിനെ പ്രേരിതരാക്കിയത് എന്ന് ചോദിച്ചു. ഫഖാലു, അപ്പൊ അവർ പറഞ്ഞു, അറദ്ന, ഞങ്ങൾ ഉദ്ദേശിച്ചു, ഇൻ കുന്ത കാദിബൻ അൻ നസ്തരിഹ മിൻക വഇൻ കദബ്ത നബിയൻ വഇൻ കദബ്ത വഇൻ കുന്ത നബിയൻ ലം യദുറുക. നിങ്ങൾ, താങ്കൾ കള്ളനാണെങ്കിൽ, കള പറയുന്ന ആളാണെങ്കിൽ ഞങ്ങൾക്ക് നീ അങ്ങോട്ട് ഒഴിവായി കിട്ടും എന്ന് പറഞ്ഞാൽ ഇതോടെ നിന്റെ ശല്യം അവസാനിക്കും. കാരണം വിഷം തിന്നിട്ട് നബി മരിക്കുമല്ലോ എന്നുള്ളത്. നീ നബിയാണെങ്കിൽ എന്താ? ലം യദുറുക, പിന്നെ അത് വിഷമിപ്പിക്കുകയില്ല. ഈ വിഷം നിനക്ക് ഏൽക്കുകയും ഇല്ല. മനസ്സിലായില്ലേ? അള്ളാഹു നിന്നെ രക്ഷിക്കും. മനസ്സിലായില്ലേ? അപ്പോ അതാ അവര് പറഞ്ഞു. അള്ളാഹു നബിയെ രക്ഷിച്ചു. ശരി. ورواه الإمام أحمد والبخاري والنسائي من حديث الليث بن سعد من حديث. فأي حديث إمام أحمد بخاري نسائي ريكورد ചെയ്തിട്ടുണ്ട്. അടുത്ത പിന്നീട് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.